ഹായ് സ്റ്റുഡൻസ്, സ്റ്റഡി വിത്ത് സ്കോറിലേക്ക് സ്വാഗതം. 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ ബേസിക് സയൻസിലുള്ള 6th ചാപ്റ്റർ സോഴ്സസ് ഓഫ് എനർജി എന്ന ചാപ്റ്ററിൻ്റെ ലെറ്റസ്റ്റ് ആൻസേഴ്സും അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന അഡീഷണൽ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു യൂണിറ്റ് പഠിക്കാത്തവർ ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ പോയി കണ്ടിട്ട് നന്നായിട്ട് ഈ യൂണിറ്റ് നന്നായിട്ട് തന്നെ ഇരുന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ലെറ്റസ്റ്റ് ആൻസേഴ്സും അതുപോലെ തന്നെ അഡീഷണൽ ക്വസ്റ്റ്യൻസും ഒക്കെ പഠിക്കാനോ. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കാറ്റഗറൈസ് ദ ഫോളോയിങ് ഐറ്റംസ് ടു അപ്രോപ്രിയേറ്റ് ഗ്രൂപ്പ്സ്. ഗിവ് ദ റീസൺ ഫോർ കാറ്റഗറൈസിങ് ദം. പെട്രോൾ, കോൾ, സോളാർ എനർജി, ഇലക്ട്രിസിറ്റി ഫ്രം വിൻഡ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ഡീസൽ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് 2 ഗ്രൂപ്പാക്കി തിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ പേര് തന്നിട്ടില്ല, ഐറ്റംസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവയെ നമുക്ക് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസും റിന്യൂവബിൾ എനർജി സോഴ്സസ് ആയിട്ടും തരംതിരിക്കാം. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആയിട്ട് പെട്രോൾ, കോൾ, ഡീസൽ. റിന്യൂവബിൾ എനർജി സോഴ്സസ് ആയിട്ട് സോളാർ എനർജി, ഇലക്ട്രിസിറ്റി ഫ്രം വിൻഡ് ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ഇനി നമ്മൾ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആയിട്ട് നമ്മൾ പെട്രോളും കോളും ഡീസലും എഴുതാനുള്ള കാരണം എന്താണ്? ദീസ് ആർ ഡിറൈവ്ഡ് ഫ്രം ഫോസിൽ ഫ്യൂവൽസ് ആൻഡ് കനോട്ട് ബി റിപ്ലനിഷ്ഡ് വിത്തിൻ എ ഷോർട്ട് ടൈം. ദെയർ എക്സസീവ് യൂസ് ലീഡ്സ് ടു ഡിപ്ലീഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. അപ്പോൾ നമുക്ക് പെട്രോളും കോള് ഡീസൽ ഇവയൊക്കെ എന്താണ്? ഫോസിൽ ഫ്യൂവൽസ് ആണ്. അത് കഴിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് എന്താണ്, പുതുക്കിയെടുക്കാൻ പറ്റുന്നതല്ല. നമ്മൾ യൂസ് ചെയ്യുന്തോറും അത് കഴിഞ്ഞു പോകും. അതുപോലെ തന്നെ ഇതിൻ്റെ യൂസ് കൂടുന്തോറും എന്ത് കൂടും? എൻവയോൺമെൻറ്റൽ പൊല്യൂഷനും കൂടും. ഇനി സോളാർ എനർജി, ഇലക്ട്രിസിറ്റി ഫ്രം വിൻഡ്, ഹൈഡ്രോ ഇലക്ട്രിക് പവറൊക്കെ എന്താണ്? നമുക്ക് റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. കാരണം എന്താണ്? അതൊരിക്കലും തീർന്നു പോകില്ല. നമ്മളത് എടുത്തെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സോഴ്സസ് ഓഫ് എനർജി എടുത്ത് വിചാരിച്ചിട്ട് അത് തീർന്നു പോകില്ല. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസും ഇവ ഉണ്ടാക്കില്ല. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ് ബൈ ആഡിങ് ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് വെൻ ക്രൂഡ് ഓയിൽ ഈസ് പ്രോസസ്ഡ്. നമുക്ക് ഭൂമിയുടെ അടിയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ വലിച്ചെടുത്തതിന് ശേഷം ക്രൂഡ് ഓയിൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം ബൈ പ്രൊഡക്ട്സ്, ആ ഒരു ക്രൂഡ് ഓയിലിൽ നിന്ന് എന്തെല്ലാം പ്രൊഡക്ട്സ് ആണ് നമുക്ക് കിട്ടുക എന്ന് ഉള്ളത് താഴെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഞാനതിൻ്റെ യൂസസും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നതാണ്. ഫസ്റ്റ് നമുക്ക് LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് കിട്ടും. അതെന്തിനൊക്കെ നമ്മൾ LPG യൂസ് ചെയ്യുക? കുക്കിങ്ങിന്, ഹീറ്റിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ചില വെഹിക്കിൾസിൽ ഫ്യൂവലായിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി സെക്കൻഡ് വൺ പെട്രോൾ നമ്മൾ മോട്ടോർ വെഹിക്കിൾസിൽ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾസ് അല്ലെങ്കിൽ കാർസ് ഏത് വെഹിക്കിൾസിലാണ് അധികം യൂസ് ചെയ്യാറ്. അതുപോലെ സ്മോൾ എൻജിൻസിലും യൂസ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ എന്താണ്? നാഫ്ത എന്താണ്? എ കീ റോ മെറ്റീരിയൽ ഫോർ മേക്കിംഗ് പ്ലാസ്റ്റിക്, കെമിക്കൽസ് ആൻഡ് സിന്തറ്റിക് ഫൈബർ, കെമിക്കൽസ്, പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ റോ മെറ്റീരിയലാണ്. ആ ഒരു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നാഫ്ത എന്ന് പറയുന്നത്. പിന്നെ കെറോസിൻ, മണ്ണെണ്ണ, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കാറുണ്ട്, ജെറ്റ് എൻജിൻസിൽ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡീസൽ എന്താണ്? ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്യൂവലായിട്ടും ഡീസൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസും നമുക്ക് ഈ ക്രൂഡ് ഓയിൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ കിട്ടും. ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എന്തിനൊക്കെ ഉപയോഗിക്കുക? നമ്മൾ മെഷീനറീസിൽ, വെഹിക്കിൾസിൽ നമുക്ക് ഈ ഒരു ടൈറ്റ് ഫീൽ ചെയ്യില്ല. നമ്മളിപ്പം ഏതൊരു മെഷീൻ്റെ എന്താ പറയുക, മെഷീനിന് ടൈറ്റൊക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ. അങ്ങനെ ഉള്ള ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ് ആയിട്ട് നമുക്ക് ഈ ക്രൂഡ് ഓയിൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ നമുക്ക് കിട്ടും. പിന്നെ ഫ്യൂവൽ ഓയിലോ ബിറ്റുമനും. ഫ്യൂവൽ ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെവി ഓയിൽ യൂസ്ഡ് ഇൻ പവർ പ്ലാന്റ്സ്, ഷിപ്പ്, ഇൻഡസ്ട്രിയൽ ബോയിലേഴ്സ്. ഓക്കെ, നമ്മൾ പവർ പ്ലാന്റ്സിൽ, ഷിപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഓയിലാണ് ഫ്യൂവൽ ഓയിൽ. പിന്നെയോ ബിറ്റുമൻ, അത് യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ റോഡ് ഉണ്ടാക്കുമ്പോൾ, റോഡ് കൺസ്ട്രക്ഷന്, വാട്ടർ പ്രൂഫിങ് മെറ്റീരിയൽസിനൊക്കെ നമ്മൾ ബിറ്റുമന് യൂസ് ചെയ്യും. ഇപ്പോൾ ക്ലിയർ ആയോ? പരാഫിൻ എന്ന് പറയുന്നത് കെറോസിനാട്ടോ. കെറോസിൻ്റെ മറ്റൊരു പേരാണ് പരാഫിൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, പീപ്പിൾ സ്റ്റിൽ യൂസ് ഓപ്പൺ ഹെർട്സ് ഡോണ്ട് ദേ? നിങ്ങൾ വീട്ടിലൊക്കെ ഇപ്പോഴും അടുപ്പ് ഉപയോഗിക്കുന്നവരുണ്ടാവും അല്ലേ?
യെസ്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. വാട്ട് ക്യാൻ ബി ഡൺ ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ദിസ്? നമുക്ക് ആ അടുപ്പിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാമെന്നാണ് ചോദ്യം. നമുക്ക് ഓപ്പൺ ഹെർത്ത് മീൻസ് നമ്മുടെ അടുപ്പ് നന്നായിട്ട് അതിൻ്റെ ഒരു എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസുലേഷൻ കൊടുക്കാം. ആ ഒരു ഇൻസുലേഷൻ കൊടുക്കുന്നതോട് കൂടി നമുക്ക് ഹീറ്റ് ലോസ് അല്ലേ, നമ്മൾ വൈക്ക് ഇങ്ങനെ കത്തുമ്പോൾ നമുക്ക് ഹീറ്റ് ലോസ് വരും. അപ്പം നമ്മൾ ആ ഒരു പാത്രം നമ്മൾ വെച്ചിട്ടുള്ള ആ പാത്രത്തിൻ്റെ താഴെ മാത്രം കത്തുമ്പോൾ നമുക്ക് ഹീറ്റ് ലോസ് വരില്ല. അങ്ങനെ അത് തടയാൻ വേണ്ടിയിട്ട്, ഹീറ്റ് ലോസ് തടയാൻ വേണ്ടിയിട്ട്, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസുലേഷൻസ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലത്തെ പഴയ അടുപ്പുകൾ ഉപയോഗിക്കുന്നവർ ഇംപ്രൂവ്ഡ് ഡിസൈൻസ് യൂസ് ചെയ്യും. ഇപ്പോഴത്തെ പുതിയ മോഡൽ ഡിസൈനുകളായിട്ടുള്ള അടുപ്പുകളുണ്ടല്ലോ അല്ലേ, ആലുവ അടുപ്പ്, അങ്ങനെ ആ പഴയ 3 കട്ടകൾ വെച്ച് കണ്ടുണ്ടാക്കുന്ന, ഇഷ്ടിക വെച്ചുണ്ടാക്കുന്ന ആ അടുപ്പിന് പകരമായിട്ട് നമ്മൾ ഇപ്പോഴത്തെ ന്യൂ ടെക്നോളജി യൂസ് ചെയ്യാം. എന്താണ്, പലതരം അടുപ്പുകളിലെ ദിവസം കൂടുതൽ പുതിയ മോഡൽ അടുപ്പുകൾ വരികയാണ്. അപ്പോൾ ഇംപ്രൂവ്ഡ് ഡിസൈൻസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ക്രിയേറ്റ് എൻക്ലോസ്ഡ് സ്ട്രക്ചേഴ്സ് ടു ട്രാപ്പ് ഹീറ്റ് എഫിഷ്യൻസി. നമ്മൾ ആ ചൂടിനെ തടഞ്ഞു നിർത്താൻ, പുറത്തേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. ഇപ്പോഴത്തെ അടുപ്പുകളൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ, പാത്രം വെച്ചാൽ പുറത്തേക്കൊന്നും പോകില്ല, തീ പോകില്ല, ചൂട് നഷ്ടപ്പെട്ടു പോകില്ല. അതുപോലെ തന്നെ നമ്മൾ ചിമ്നീസും എക്സോസ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്മോക്ക് അല്ലേ, പുക അകത്തേക്ക് എടുക്കുന്ന പ്രോബ്ലം മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ ചിമ്നീസൊക്കെ ഉണ്ടാകുമ്പോൾ എയർ ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് അടുപ്പ് കത്തുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ ഈ ഒരു ഓപ്പൺ ഹെർത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് എനർജി? എന്താണ് എനർജി? നമുക്കറിയാമല്ലേ, നമുക്ക് ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നതിന് ആ ഒരു കഴിവിനെ, എബിലിറ്റിയെ നമ്മൾ എനർജി എന്ന് പറയുന്നത്. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റില്ല, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആക്ഷൻസ് കൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. അപ്പം എനർജി ഈസ് ദി എബിലിറ്റി ടു ഡു വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി. ഇറ്റ് കനോട്ട് ബി സീൻ ബട്ട് ഈസ് എക്സ്പീരിയൻസ്ഡ് ത്രൂ ആക്ഷൻസ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദി സിറ്റുവേഷൻസ് ഇൻ യുവർ ഹൗസ് വേർ എനർജി ഈസ് യൂട്ടിലൈസ്ഡ്? നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് എനർജി ഉപയോഗിക്കാറ്? ഫോർ കുക്കിംഗ്, ഫോർ ലൈറ്റിംഗ്, ഫോർ ഹീറ്റിംഗ് വാട്ടർ, ഓപ്പറേറ്റിംഗ് ഫാൻസ്, റെഫ്രിജറേറ്റേഴ്സ് ആൻഡ് അതർ അപ്ലയൻസസ്. ഇതിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? എനർജി യൂസ് ചെയ്യും. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് എനർജി ഫോർ കുക്കിംഗ്? നമ്മൾ കുക്കിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന സോഴ്സസ് ഓഫ് എനർജി ഏതാണ്? LPG യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഫയർവുഡ്, കെറോസിൻ, ബയോഗ്യാസ്, ദെൻ ഇലക്ട്രിസിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ടൈപ്സ് ഓഫ് സ്റ്റൗസ് ആർ യൂസ്ഡ് ഇൻ ഹോംസ്? ഏതൊക്കെ സ്റ്റൗകളാണ് വീട്ടിൽ യൂസ് ചെയ്യുക? ഓപ്പൺ ഹെർത്ത് യൂസ് ചെയ്യും, അല്ല അടുപ്പ്, ഫയർവുഡ് ഉപയോഗിക്കുന്ന അടുപ്പ് ഉപയോഗിക്കും. അതുപോലെ തന്നെ കെറോസിൻ സ്റ്റൗ ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മിക്ക കുട്ടികളുടെ വീട്ടിലുണ്ടാവുന്ന എന്താണ്? ഗ്യാസ് സ്റ്റൗ ആവും, LPG. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വാട്ട് ഹെൽപ്സ് ഇൻ ബേണിങ്? കത്താൻ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ എയറാണ്. എയർ ഓക്സിജനാണ് അല്ലേ. ഹൗ ടു റെഡ്യൂസ് ഹീറ്റ് ലോസ് ഇൻ ഹെർത്ത്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ഭാഗത്ത് ഡിസ്കസ് ചെയ്തതാണ്. മിനിമൈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വെസൽ ആൻഡ് ഹെർത്ത്, യൂസ് ലിഡ്സ് ഓൺ വെസൽ വൈൽ കുക്കിംഗ്, യൂസ് എഫിഷ്യൻറ്റ് ഹെർത്ത് ഡിസൈൻ ടു റിറ്റെയിൻ ഹീറ്റ്. അപ്പോൾ പാത്രവും അടുപ്പും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പം ഗ്യാപ്പ് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് തീ പോവുള്ളൂ. അപ്പോൾ ഗ്യാപ്പ് കുറയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുക. പിന്നെയോ പുതിയ ഡിസൈൻ, പുതിയ തരം അടുപ്പുകളുണ്ട്, പഴയതിൽ നിന്ന് പുതിയ ഡിസൈനുകളുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, വാട്ട് ആർ ഫ്യൂവൽസ്? നെയിം എ ഫ്യൂ. ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസ് ദാറ്റ് പ്രൊഡ്യൂസ് ഹീറ്റ് വെൻ ബേൺഡ്. ഫ്യൂവൽസ് കത്തിയാൽ നമുക്ക് ചൂട് കിട്ടുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. വുഡ്, കെറോസിൻ, പെട്രോൾ, ഡീസൽ, LPG, കോൾ ഒക്കെ എന്താണ്? ഫ്യൂവൽസ് ആണ്. ഇനി ക്രൂഡ് ഓയിലിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? പെട്രോൾ, ഡീസൽ, കെറോസിൻ, ജെറ്റ് ഫ്യൂവൽ, LPG, നാഫ്ത, ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്തതാണ്. നെയിം റിന്യൂവബിൾ എനർജി സോഴ്സസ് ആൻഡ് ദെയർ അഡ്വാൻറ്റേജസ്. റിന്യൂവബിൾ എനർജി സോഴ്സസ് ഏതൊക്കെയാണ്? സൺലൈറ്റ്, വിൻഡ്, ബയോഗ്യാസ്. ഇവ എന്താണ്? ഡു നോട്ട് റൺ ഔട്ട് വിത്ത് യൂസ്, ഡു നോട്ട് കോസ് എയർ പൊല്യൂഷൻ. നെക്സ്റ്റ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ബയോഗ്യാസ് പ്ലാന്റ്സ്?
എക്കോ ഫ്രണ്ട്ലി ഫ്യൂൽ പ്രൊഡക്ഷൻ ആയിരിക്കും ബയോഗ്യാസ് പ്ലാന്റ്സിലുണ്ടാവുക. അതുപോലെ തന്നെ റെഡ്യൂസസ് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യും. പിന്നെയോ പ്രൊഡ്യൂസസ് ഓർഗാനിക് മാനുവർ വെച്ചാൽ ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ എന്ത് ചെയ്യും, വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയിടും അല്ലേ. എന്നിട്ട് അതിൽ നിന്ന് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ സ്ലറി ഉണ്ടാവും, അത് നമുക്ക് ഓർഗാനിക് മാനുവറായിട്ട് ഉപയോഗിക്കാം. വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്? അത് നമുക്ക് അറിയാം, ലിമിറ്റഡ് ഇൻ സ്റ്റോക്ക് ആൻഡ് വിൽ ഇവഞ്ച്വലി റൺ ഔട്ട്. പിന്നെ കോയ്സ് പൊല്യൂഷൻ വെൻ ബേൺഡ്. അപ്പം അത് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ അതെന്താവും, കഴിഞ്ഞു പോകും. അതുപോലെ തന്നെ അത് കത്തുമ്പോൾ പൊല്യൂഷൻ ഉണ്ടാവും. ഹൗ ഈസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റഡ്? എങ്ങനെയാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യുന്നത്? വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാംസ് ഈസ് റിലീസ്ഡ് ടു റൊട്ടേറ്റ് ടർബൈൻസ് അല്ലേ. ഡാമിൽ സ്റ്റോർ ചെയ്തിട്ട് വാട്ടറിൻ്റെ സഹായത്തോടു കൂടി നമ്മളത് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ടർബൈന് കറങ്ങും. ആ ടർബൈൻ നമ്മൾ ജനറേറ്ററുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൗ ഡസ് സോളാർ എനർജി വർക്ക്? സോളാർ എനർജി എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ, സോളാർ പാനലിലുള്ള സോളാർ സെൽസ് എന്ത് ചെയ്യും, അത് സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. വാട്ട് ആർ ദി യൂസസ് ഓഫ് വിൻഡ് എനർജി? ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി യൂസിങ് വിൻഡ് മിൽസ്. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലി യൂസ്ഡ് ഫോർ സെയിലിംഗ് ബോട്ട്സ്. അപ്പം നമുക്ക് മെയിനായിട്ട് വിൻഡ് എനർജി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനാണ്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, പഠിക്കുക. ഓക്കെ.